ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജിസ് ഓൺലൈൻ. ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. കുറച്ച് കാലമായിട്ട് നമ്മളൊരു വീഡിയോ ആയിട്ട് മുന്നിൽ വന്നിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. അധികം സമയം എടുക്കുന്നില്ല. ഇപ്പം നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലൊക്കെ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക ഞെട്ടിപ്പിക്കുന്ന റിസൾട്ടാണ്. ഈ മൂന്ന് സ്ഥലങ്ങളെ വെച്ച് താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിസൾട്ടായിരുന്നു. കാരണം ഒരിക്കലും വിജയ് മുഖ്യമന്ത്രിയാവുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. സിനിമകളിലൊക്കെ അദ്ദേഹം പല ത്രില്ലടിപ്പിക്കുന്ന ഡയലോഗുകളും കടിച്ചാൽ പൊട്ടാത്ത പല ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ജീവിതത്തിൽ മുഖ്യമന്ത്രിയായിട്ട് മാറും എന്ന രീതിയിൽ നമ്മളൊരിക്കലും ചിന്തിച്ചിട്ടില്ല. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള CPM-ൻ്റെ ഭരണമായിരുന്നു, LDF-ൻ്റെ ഭരണമായിരുന്നു. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ സ്റ്റാലിനായിരുന്നു കഴിഞ്ഞ 5 വർഷത്തോളം ഭരിച്ചുകൊണ്ടിരുന്ന DMK-യുടെ നേതൃത്വത്തിലുള്ള. അതേപോലെ തന്നെ ബംഗാളിലാവട്ടെ മമതാ ബാനർജിയും. അപ്പോൾ ഈ 3 സ്ഥലങ്ങളിലും എന്താണ്ടായിരിക്കുന്നത്, ഭരണമാറ്റം ഉണ്ടായിരിക്കുകയാണ്. BJP ബംഗാൾ പിടിച്ചടക്കിയപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിലേറി, തമിഴ്നാട്ടിൽ TVK. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇതുവരേക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ നിമിഷം വരേക്കും മുഖ്യമന്ത്രി തിരഞ്ഞെടുത്തിട്ടില്ല. അവിടെ കസേരക്കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. നമ്മളുടെ ഭരണകർത്താക്കളാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനമാകുമെന്ന് വിചാരിക്കുന്നു. മെയ് 23-നകം തീരുമാനമാകും എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം അവർ പറയുന്നത്. VD സതീശനാവുമോ, രമേശ് ചെന്നിത്തലയാവുമോ, KC വേണുഗോപാലാവുമോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ VD സതീശനാണ് അർഹൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. വാട്ടർ വെറ്റീസ്. അപ്പോൾ ഞാൻ നേരെ നമുക്ക് TVക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പോൾ ഇളയ ദളപതി എന്ന പേരിൽ അറിയപ്പെട്ട് പിന്നീട് ദളപതിയായി, പിന്നീട് ഇപ്പോൾ തമിഴകത്തിൻ്റെ മൊത്തം ദളപതി, മറ്റേ ഫാൻസിൻ്റെ ദളപതിയായിരുന്നു. ഇപ്പോൾ തമിഴകത്തിൻ്റെ മൊത്തം ദളപതിയായിട്ട് മാറിയിരിക്കുകയാണ് C. ജോസഫ് വിജയ് എന്ന വിജയ്. തമിഴിലെ ഒരു വിഖ്യാത ഡയറക്ടറായിരുന്നു ചന്ദ്രശേഖർ. അദ്ദേഹത്തിൻ്റെ മകനാണ് വിജയ് എന്ന് പറയുന്നത്. അപ്പോൾ ചന്ദ്രശേഖറിൻ്റെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ, ഒരു നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു ആണിൻ്റെ വിജയത്തിന് പുറകിൽ എപ്പോഴും ഒരു സ്ത്രീ ഉണ്ടായിരിക്കും എന്ന് പറയാറില്ലേ. അതേപോലെ തന്നെ ശരിക്കും ഒരു മകൻ്റെ വിജയത്തിന് പുറകിൽ ഒരു ഉത്തമനായിട്ടുള്ള അച്ഛനുണ്ടാവും എന്ന് പറയുന്നതിൻ്റെ ഒരു തെളിവാണ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത്. അതായത് അതിന് മുൻപേ നമ്മുടെ മുന്നിലൊരു തെളിവുണ്ട്, ജീവിക്കുന്ന തെളിവുണ്ട്. ആരാണ്? നമ്മൾ സാക്ഷാൽ സഞ്ജു സാംസൺ, സഞ്ജുവിൻ്റെ അച്ഛൻ. അദ്ദേഹം ഈ വിശ്വനാഥൻ, അദ്ദേഹം ഇതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മസമർപ്പണമായിരുന്നു സഞ്ജുവിൻ്റെ കരിയർ എന്ന് തന്നെ പറയാൻ പറ്റും. അദ്ദേഹം ഫ്യൂച്ചറിലോട്ട് നോക്കി ചിന്തിച്ചു. തൻ്റെ മകന് ക്രിക്കറ്ററാണ്, അപ്പോൾ എന്തൊക്കെ വേണം അദ്ദേഹത്തിന് എന്ന രീതിയിൽ സ്വന്തം ജോലി അടക്കം രാജിവെച്ചാണ് സഞ്ജുവിൻ്റെ ഫാദർ സഞ്ജുവിന് വേണ്ടിയിട്ടും സഞ്ജുവിൻ്റെ ചേട്ടന് വേണ്ടിയിട്ടും ഡൽഹി വിട്ട് കേരളത്തിലോട്ട് വരികയും അതനുസരിച്ചിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും അതേപോലെ നല്ലൊരു കരിയർ സഞ്ജുവിനും സഞ്ജുവിൻ്റെ ബ്രദറിനും ഉണ്ടായി കൊടുക്കുകയും ചെയ്തു എന്ന് പറയാൻ പറ്റും. അപ്പോൾ പലർക്കും സഞ്ജുവിൻ്റെ ചേട്ടൻ സാലിയെ അറിയില്ല. അദ്ദേഹം കേരളത്തിലെ ക്രിക്കറ്ററായിരുന്നു. പക്ഷേ സഞ്ജുവിൻ്റെ ആ ലെവലിൽ എത്തിയിട്ടില്ലെങ്കിൽ കൂടി അദ്ദേഹവും ക്രിക്കറ്ററാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, തൻ്റെ മക്കളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു നല്ലൊരു അച്ഛന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതേപോലെ ഉയരങ്ങളിൽ എത്താൻ വേണ്ടി മക്കൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അതേ ഒരു തെളിവാണ് വിജയുടെ ഒരു സംഭവം എന്ന് പറയുന്നത്. കാരണം ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ അച്ഛൻ്റെ, ഡയറക്ടറുടെ ഒരു കഴിവാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണമാണ് വിജയ് ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയിൽ എത്തിച്ചിരിക്കുന്നതെന്ന് പറയാൻ വേണ്ടി സാധിക്കും. 18ാമത്തെ വയസ്സിൽ വിജയെ സിനിമയിൽ കൊണ്ടുവന്നു. അതിനു മുൻപ് എനിക്ക് തോന്നുന്നു പേര് ഓർമ്മയില്ല, വെട്രി എന്ന ഏതൊരു പടത്തിൽ വിജയ് ബാലതാരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നാളെ തീർപ്പ് എന്ന സിനിമയിലൂടെയാണ് വിജയ് സിനിമയിൽ എത്തിയത്. ആ പടം ഫ്ലോപ്പായിരുന്നു. 18 വയസ്സൊന്നായിരുന്നു ആ സമയത്ത് വിജയ്ക്ക്. പ്രായം തോന്നുന്നു 22 18 വയസ്സാണ്. അതിനുശേഷം രസികൻ എന്ന് പറഞ്ഞ സിനിമ, പിന്നീട് അങ്ങനെ ഒരുപാട് സിനിമകൾ തമിഴകത്തിൻ്റെ രാജാവായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. അപ്പോൾ 2024 അദ്ദേഹം പാർട്ടി പ്രഖ്യാപിച്ചു. അതിന് മുൻപ് തന്നെ 2020 ഒരു പടി മുന്നേ അദ്ദേഹത്തിൻ്റെ ഫാദർ ഓൾ ഇന്ത്യ വിജയ് മക്കൾ ഇയക്കം എന്ന വിജയുടെ ഫാൻസ് അസോസിയേഷനെ രാഷ്ട്രീയ സംഘടനയാക്കിയിട്ട് രജിസ്റ്റർ ചെയ്തു. അതിനെതിരെ വിജയ് അദ്ദേഹത്തിന് കേസ് കൊടുക്കുകയും ചെയ്തു. ആ വിഷയം അറിയാത്തവർ ആരും ഉണ്ടായിരിക്കും തോന്നുന്നില്ല. എങ്കിലും ഞാൻ പറഞ്ഞു വയ്ക്കാം, ഇപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ വിജയ് ഒരു ടെസ്റ്റ് ഡോസ് അടിച്ചായിരിക്കാം ആ സമയത്ത്. അതായത് തൻ്റെ ഫാൻസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ തൻ്റെ എതിരാളികൾക്കിടയിൽ അല്ലെങ്കിൽ മറ്റു നിഷ്പക്ഷരായിട്ടിരിക്കുന്ന ആൾക്കാർക്കിടയിലും താനൊരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് വന്നാലുണ്ടാകാവുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ടെസ്റ്റ് ഡോസ് അടിച്ചായിരിക്കാം അച്ഛനോട് ഇങ്ങനെ ഒരു പാർട്ടിയുടെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറയുകയും പിന്നീട് അച്ഛനെയും അമ്മയെയും ഉൾപ്പെടെ 11 പേരെ ക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്തത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് വിജയ് കേസ് കൊടുത്തു എന്നേ അറിയുള്ളൂ. അതിൻ്റെ ബാക്കി അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ കാരണം ആൾക്കാർക്കിടയിലുള്ള ഇമ്പാക്റ്റ് മനസ്സിലാക്കാൻ ഒരു ടെസ്റ്റ് ഡോസ് ആയിരിക്കുമെന്ന് എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്. 2020 അതിനുശേഷം 4 വർഷം കഴിഞ്ഞ് വിജയ് പാർട്ടി പ്രഖ്യാപിച്ചു. വെറുതെ ഒരു പാർട്ടി പ്രഖ്യാപിക്കുകയല്ല. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒട്ടേറെ പേര്, MGR ആണ് തമിഴ്നാട്ടിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള സിനിമാ നടൻ എന്ന് പറയുന്നത് കേട്ടോ. അതിന് മുൻപ് നമ്മുടെ കരുണാനിധി, സിനിമാക്കാരൻ എഴുത്തുകാരനായിരുന്നു കരുണാനിധിയും MGR ഒക്കെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നീട് അവർക്കിടയിലുള്ള കലഹമുണ്ടായി. പിന്നീട് MGR ആൾ ഇന്ത്യ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന പാർട്ടി രൂപീകരിച്ചു.
അണ്ണ അവരുടെ ഒരു നേതാവായിരുന്നു അണ്ണ എന്നൊക്കെ പറഞ്ഞ് ഒരു പാർട്ടിക്ക് രൂപീകരിച്ച് പെട്ടെന്ന് പറഞ്ഞു പോകണം. കാരണം പലർക്കും ഇത് അറിയുന്നതായിരിക്കും. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പല ഫീൽഡിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരിക്കും വിജയ് TVK, കരുണാനിധി, സ്റ്റാലിൻ എന്നുള്ളതൊക്കെ അല്ലേ. അപ്പോൾ പറഞ്ഞതിനെ പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഒന്ന് സംവദിച്ചേക്കാം എന്ന് വെച്ചു എന്ന് മാത്രം. അതായത് ഇത് ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം വിജയ് ടെൻഷനായിരുന്നു അല്ലേ. കുറച്ച് ദിവസം കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തു ആദ്യം, പിന്നീട് CPIയും സപ്പോർട്ട് ചെയ്തു, മുസ്ലിം ലീഗ് സപ്പോർട്ട് ചെയ്തു, VCക്ക് സപ്പോർട്ട് ചെയ്തു, പിന്നീട് ഒരു 1-2 പ്രാവശ്യം മുസ്ലിം ലീഗ് സപ്പോർട്ട് പിൻവലിച്ചു എന്ന് ന്യൂസ് വന്നു, VCക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചു എന്നൊക്കെ ന്യൂസ് വന്നു. പലതും നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള രാഷ്ട്രീയമായിരുന്നു. എന്തായാലും അവസാനം അറ്റ്ലാസ്റ്റ് നമ്മുടെ സാക്ഷാൽ വിജയ് തമിഴകത്തിന് മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് നൽകുന്ന സന്ദേശം എന്താണ്? നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഒരു ദീർഘവീക്ഷണം ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഉദ്ദേശിച്ച സ്ഥാനത്തെത്താൻ സാധിക്കും. ദീർഘവീക്ഷണം വേണം, അതിനു വേണ്ടിയിട്ട് കഠിനപ്രയത്നം വേണം, കുറച്ചൊക്കെ കഴിവും വേണം. തീർച്ചയായിട്ടും കഴിവിനേക്കാൾ ഉപരി ഞാൻ ഉദ്ദേശിക്കുന്നത് കഴിവ് വേണം. കഴിവുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ സാധിക്കുമല്ലോ. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്ക് ദീർഘവീക്ഷണവും ആ കഴിവിനനുസരിച്ചുള്ള പ്രയത്നിക്കാനുള്ള ഒരു ധൈര്യം വേണം. അതേസമയം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും വേണം. അല്ല നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നൊരു ചിന്ത ആദ്യമേ ഇരിക്കുകയാണ്, തീർച്ചയായിട്ടും എവിടെ എത്തിപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാലും ഞാൻ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് നിങ്ങളത് പറയാൻ വേണ്ടി ഉദ്ദേശിച്ച കാര്യം ഇത്ര തന്നെയായിരുന്നുള്ളൂ. തമിഴകത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനമേറ്റിരിക്കുന്ന TVK വിജയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതേപോലെ തന്നെ കേരളത്തിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ VD, RC, KC അങ്ങനെ പലതും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ കേരളത്തിൽ എന്തൊക്കെയോ നടക്കുന്നു. പല രാഷ്ട്രീയ നാടകങ്ങൾ. VD സതീശൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് സ്വയം കത്തിക്കുമെന്ന് പറഞ്ഞ ഏതൊരു പ്രവർത്തകൻ ഒരു വണ്ടിയുടെ മേലെ കയറിയിരുന്ന് പെട്രോൾ ഒഴിക്കുകയാണ്. ഇനി ഒരാൾ ശയനപ്രദക്ഷിണം ചെയ്യുകയാണ്. ഇനി ഒരാളും VD സതീശൻ്റെ പോസ്റ്ററിലോട്ട് തുപ്പുകയാണ്. എന്നിട്ട് VD സതീശൻ ചതിയനാണ്, നുണയനാണ് എന്ന് പറയുകയാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല കുറേ സീനിയറാണ് ഇവരെക്കാളൊക്കെ, വേണുഗോപാലിനേക്കാളും VD സതീശനേക്കാളും സീനിയറാണ്. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും ആ ഒരു സീനിയോറിറ്റി മുന്നിൽ കണ്ട് തനിക്ക് തന്നെ സ്ഥാനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. VD ആകട്ടെ താൻ കഷ്ടപ്പെട്ടു, അപ്പോൾ തനിക്കതിനുള്ള പരിഗണന കിട്ടണം എന്നും അദ്ദേഹം ചിന്തിക്കുന്നു. വേണുഗോപാൽ ആവട്ടെ അദ്ദേഹം ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. കാരണം മറ്റു 2 പേർക്ക് അത് ചിന്തിക്കാനുള്ള യോഗ്യതയെങ്കിലും ഉണ്ട്. അറ്റ്ലീസ്റ്റ് 2 MLA-മാരാണ്. രമേശ് ചെന്നിത്തലയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം സീനിയറായിട്ടുള്ളൊരു MLA ആണ്. ഇദ്ദേഹത്തിൻ്റെ കാര്യത്തോട് വരെ ഇദ്ദേഹം ഇതിനു വേണ്ടി പ്രയത്നിച്ച ഒരാളാണ്. ഈ VC അല്ലെങ്കിൽ വേണുഗോപാൽ എന്തടിസ്ഥാനത്തിലാണ് ഇതിനു വേണ്ടി ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ട് നടക്കുന്നത് എനിക്കറിയില്ല. ചിലപ്പോൾ അദ്ദേഹം ഉള്ളിൽ കൂടെയുള്ള പ്രവർത്തനങ്ങൾ പലതും ചെയ്തിട്ടുണ്ടാകും, നമുക്കറിയില്ലല്ലോ. എന്തായാലും വരും ദിവസങ്ങളിൽ ആരാണ് കേരളം ഭരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അതിനിടയ്ക്ക് പ്രതിപക്ഷത്തെ ചൊല്ലിയും കേരളത്തിൽ CPM-ന്റെ ഇടയിലൊക്കെ ചില തർക്കങ്ങൾ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അടിപൊളി. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായേക്കാം എന്നാണ് സാധ്യതകൾ പറയുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പിണറായി വിജയന് പകരം വേറെ ഏതെങ്കിലും ഒരു നേതാവ് വരുന്നതായിരിക്കും നല്ലത്. കാരണം പുതിയ തലമുറ അടുത്ത ഇലക്ഷനെ മുന്നിൽ കരുതി, ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റൊക്കെ പറയുകയാണെങ്കിൽ അടുത്ത ലോകകപ്പിന് മുന്നിൽ കരുതി ക്യാപ്റ്റനൊക്കെ മാറ്റുന്ന പോലെ ക്യാപ്റ്റൻസ് മാറ്റം, തലമുറ മാറ്റം നല്ലതാണ്. ഇപ്പോൾ നല്ലൊരു യുവ നേതാവ് അല്ലെങ്കിൽ ബാലഗോപാലിനെ പോലെയുള്ള ആളായാലും അങ്ങനെ ഏതെങ്കിലും ഒരു പുതിയൊരു നേതാവ് പ്രതിപക്ഷത്ത് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇതിനിടയ്ക്ക് നമ്മുടെ CPI ഉപപ്രതിപക്ഷ നേതാവ് സ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഭരണഘടനാപരമായിട്ട് അങ്ങനെ ഒരു സ്ഥാനമില്ല എന്ന് പറഞ്ഞ് CPM അതിനെ എതിർത്തിട്ടുണ്ട്. പക്ഷേ മുൻപ് കോടിയേരി ബാലകൃഷ്ണൻ ഉപപ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക് ഏത് ലെവലിലോട്ടൊക്കെ കേരള രാഷ്ട്രീയം പോകുമെന്ന്. ഇതിനിടയ്ക്ക് കോൺഗ്രസ് മാണിയുടെ ജോസ് കെ മാണിയുടെ ഇരട്ടയിലെ ചിഹ്നമില്ലേ കോൺഗ്രസ് അവർ പറയുന്നു LDFൻ്റെ തോൽവിക്ക് പുറകിൽ പിണറായി വിജയൻ്റെ ചില തീരുമാനങ്ങളും പിണറായി വിജയൻ്റെ ചില ആറ്റിറ്റ്യൂഡൊക്കെ ആയിരുന്നു അവർ പറയുന്നുണ്ട്. വരും ദിവസങ്ങളിൽ വെച്ച് കേരള രാഷ്ട്രീയത്തെ കുറിച്ച് എന്തൊക്കെയാണ് മാറ്റമുണ്ടാവുമെന്ന് നമുക്ക് നോക്കിക്കാണാം. ഇതിനിടയ്ക്ക് ബംഗാളിൽ എന്തുണ്ടായി? മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞ് മമതാ ബാനർജി ജനവിഹിതം എതിരായിട്ട് പോലും റിസൾട്ട് വന്നിട്ട് പോലും കസേരയിൽ നിന്ന് ഇറങ്ങാത്ത സിറ്റുവേഷനെ പിന്നെ അവസാനം ഗവർണർക്ക് പുറത്താക്കേണ്ടി വരേണ്ട സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വളരെ രസകരമായിട്ടുള്ള സിറ്റുവേഷനാണ് മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. സിനിമ സംബന്ധിച്ചുള്ള വീഡിയോസായിട്ടും ഇതേപോലെയുള്ള പൊതു കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം.